സ്വെറ്റർ ഭയങ്കര തണുപ്പല്ല, തണുപ്പായിരുന്നു വെളിയിൽ. പിന്നെ ഇപ്പൊ ഇച്ചിരി കുറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ തണുത്ത കാറ്റടിക്കുന്നോണ്ടേ ചെറിയ നമുക്ക് വെറുതെ എന്തിനും ആവശ്യമില്ലാത്ത അസുഖങ്ങൾ വിളിച്ചു വരുത്തുന്നത്. അതുകൊണ്ട് സ്വെറ്റർ ഇട്ടോണ്ടാണ് ഷോപ്പിങ്ങിനൊക്കെ പോയത്. അപ്പൊ അതേ കോസ്റ്റ്യൂമിൽ അങ്ങ് ഇരിക്കുകയാണേ. അപ്പൊ ഓരോന്നൊക്കെ ഇങ്ങനെ ഇതൊക്കെ പൊടി തട്ടി എടുത്തതാ. വർഷത്തിൽ കുറച്ച് ദിവസം മതിയല്ലോ. അപ്പൊ എനിവേ ഇപ്പൊ നമ്മൾ പുതിയൊരു ഐറ്റം ഇന്ന് കണ്ടുപിടിച്ചത്. പുതിയൊരു ഐറ്റം കണ്ടുപിടിച്ചതാണേ. കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ഇന്ന് നമ്മൾ നെസ്റ്റോയിലാണ് ഷോപ്പിങ്ങിന് പോയത്. അപ്പം എന്താ അവിടെ വേണ്ടേ നല്ല കണ്ടോ കളർഫുള്ളായിട്ടുള്ള മുളക്. ഈ മുളക് അവിടെ എഴുതിയേക്കുന്നത് സ്നാക്ക് പെപ്പർ എന്നാണേ. ഇത് ഇനി എന്താ സംഭവം എന്ന് ഇങ്ങനെ കഴിക്കുമ്പം എരിവ് ഉണ്ടാകത്തില്ലേ എന്നറിയത്തില്ല. കഴിച്ചു നോക്കണോ? ഇത് നല്ല കളറാണ്. ഇത് കണ്ടോ എന്ത് രസമാണ് കാണാൻ. വേറെ കളേഴ്സ്, വേറെ ഒരു നല്ല മഞ്ഞയുണ്ട്. അതെടുക്കാം. ഇത് അയ്യോ എന്നാ ഭംഗിയല്ലേ, നല്ല രസമല്ലേ കാണാൻ. ഒരു ഫോട്ടോ എടുത്തു. നല്ല അല്ലേ, നല്ല ഭംഗിയുണ്ട്. ഇത് നമുക്ക് ശരിക്കും മേടിച്ചേക്കുന്നത് നമുക്ക് സാലഡ് ബജിയല്ല, സാലഡിൽ ഇടാനായിട്ടാ. എന്തിനാ വെറുതെ ബജിയൊക്കെ ഉണ്ടാക്കുന്നത്? വെറുതെ നമ്മൾ ഇനി ആവശ്യത്തിലധികം അതിന്റെ കുടിക്കുന്നുണ്ട്. പിന്നെ ഇനി അതായിട്ട് ഇനിയിപ്പോ വെറുതെ ഇതിന് 6 ദിർഹംസ് 6 ദിർഹംസ് ആയിരുന്നു കേട്ടോ. അപ്പൊ ഇതാണ് നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ മുളക് അങ്ങനെ മേടിക്കുന്നത്. കാണാറുണ്ട്, പക്ഷെ ഭയങ്കര ഒരു വിലയാണ്. പിന്നെ നമ്മൾ മേടിച്ചത് നമ്മുടെ ഈ തക്കാളിക്ക. ഇത് നമ്മൾ പണ്ടും കാണിച്ചിട്ടുണ്ട്. ചെറിയ ടൊമാറ്റോ. അപ്പോൾ ഇത് നമുക്ക് സാലഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. ഇതിന് 3 ആയിരുന്നെന്ന് തോന്നുന്നു. അപ്പം ഇതിങ്ങനെ നമ്മുടെ വായിലിട്ട് ഇങ്ങനെ കടിച്ച് പൊട്ടുമ്പോൾ ഉണ്ടല്ലോ നല്ല രസമാണ്. പുളിയും ഒരു പ്രത്യേക ഒരു ടേസ്റ്റാണ് ഈ സാലഡിൻ്റെ അകത്തുനിന്ന് ഇത് പെറുക്കി കഴിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ സാലഡിന് വേണ്ടിയിട്ട് മേടിച്ച ഐറ്റമാണ് ഇതെന്ന് വെച്ചാൽ നമ്മുടെ പുതിനയിലയാണ്. ഇപ്പം വരുന്ന പുതിനയില നല്ല മുഴുത്ത ഇലയാണ് കണ്ടോ. നല്ല ചോറുണ്ണാൻ പറ്റുന്ന പോലത്തെ വലിയ ഇലകളാണ്. അതെ, നല്ല പുഷ്ടിമയോടുകൂടി വളരുന്നതാണെന്ന് തോന്നുന്നു. നല്ല ഒരു മണവും, നല്ല പുതിനയിലേക്ക് തന്നെ അറിയാമല്ലോ, നല്ല മണമാണ്. പിന്നെ ഇത് നമുക്ക് സാലഡിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് 3 കളറിലെ ക്യാപ്സിക്കമാണ്, പച്ചയും ചുമലയും മഞ്ഞയും. ശരിക്കും പറഞ്ഞാൽ ഇതിന് രണ്ടും നല്ല ടേസ്റ്റ് ആയിട്ടൊന്ന് വെറുതെ തിന്നാൻ നല്ല ഒരു രുചിയാണ്. നല്ല കറുമുറുവെന്നും ഇരിക്കും. പച്ചയെ കഴിഞ്ഞും ടേസ്റ്റ് ഇത് രണ്ടിനുമാണ്. പിന്നെ അതുപോലെ ഇച്ചിരി വിലയും കൂടുതലാണ്. അപ്പോൾ അതാണ് ക്യാപ്സിക്കം. പിന്നെ നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ചതായിരുന്നു. ഇപ്പം സ്ട്രോബെറി ഒരുപാട് വരുന്നുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പം സ്ട്രോബെറി ഇത്തവണയും 2 പാക്കറ്റ് മേടിച്ചിട്ടുണ്ട്. സ്ട്രോബെറി കഴിഞ്ഞ തവണ നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. ഇത്തവണ അതുപോലെ തന്നെ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ സ്ട്രോബെറിയുടെ ഒക്കെ സീസണാണ്. നല്ല പഴുത്ത തുടുത്ത സ്ട്രോബെറികളാണ് വരുന്നത്. നല്ല സ്ട്രോബെറി ആയിരുന്നു കഴിഞ്ഞ തവണ. ഇത്തവണയും 3 ദിർഹംസ് ആയിരുന്നു. അതുകൊണ്ട് ഓഫർ നല്ല കഴിഞ്ഞ തവണത്തെ നേരിയതായിട്ട് ഉപ്പ് തടവി കഴിക്കാൻ നല്ല, അല്ലാതെ വെറുതെ ആണെങ്കിലും കഴിക്കുക. ഇപ്പോൾ സ്ട്രോബെറി കൊണ്ടൊക്കെ ഒരുപാട് പരിപാടികളൊക്കെ ആൾക്കാർ ചെയ്യുന്നുണ്ട്. നമ്മൾ തന്നെയാണെങ്കിലും അതിലോട്ടൊന്നും കിടക്കുന്നില്ല. നമ്മൾ വെറുതെ കഴിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ സാലഡ് ഡ്രസ്സിങ് ആണ്. നമുക്ക് ഇന്നിപ്പോൾ സാലഡ് ഉണ്ടാക്കാൻ നമ്മൾ കുറേ ഐറ്റംസ് മേടിച്ചല്ലോ. അപ്പോൾ അതിൻ്റെ മേളിൽ ഒഴിക്കാനുള്ള അമേരിക്കൻ ഗാർഡൻ്റെ 1000 ഐലൻഡ് എന്ന് പറയുന്നത് ഇതിന് 12 ദിർഹംസ് ആയിരുന്നു. അപ്പം ഇത് നേരത്തെ ഞങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ട്, നല്ലതാണ്. നമുക്കിങ്ങനെ ജസ്റ്റ് കുറച്ച് ഡ്രോപ്സ് അതിൻ്റെ മേളിൽ ഒഴിച്ചിട്ട് കഴിക്കാൻ. ഇതിൻ്റെ അകത്ത് ഓൾറെഡി ഒലിവ് ഓയിലും പിന്നെ എന്നാ പറയുന്നത് അതേണ്ടേ വെജിറ്റബിൾ ഓയില് അങ്ങനെ എല്ലാവിധ സാമഗ്രികളും ഇതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അല്ലെങ്കിൽ നമുക്കിനി ഈ ഡ്രസ്സിങ് ഇല്ലെങ്കിൽ ഒലിവ് ഓയിലാണെങ്കിലും നാരങ്ങാനീരും കൂടെ പിഴിഞ്ഞ് ചെയ്താലും മതിയായിരുന്നു. ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കണ്ട് നമ്മൾ എടുത്തതാണിത്. അപ്പോൾ ഇതിൻ്റെ വേറെ ടൈപ്പ് സാലഡ്സ് ഒക്കെ ഉണ്ട് കേട്ടോ. മീൻസ് ഡ്രസ്സിങ് ഉണ്ട്, മറ്റേ സീസർ ഉണ്ട്, അത് നല്ലതാ. പിന്നെ ഒരു റാഞ്ച് എന്നും പറഞ്ഞിട്ടുണ്ട്, അതൊക്കെ എല്ലാം നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാണ് സാലഡിൻ്റെ ഐറ്റംസ്. വേറെ എന്നാ മേടിച്ചേ? വേറെ നമ്മൾ 2-3 കടയിൽ കയറി കേട്ടോ. അവിടെ നിന്നൊക്കെ നമ്മൾ എല്ലാം കൂടി ഇവിടെ തുറക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ യൂഷ്വൽ പഴത്തിന് പ്രത്യേകിച്ചൊന്നും കാണിക്കാനില്ല. താഴോട്ട് വെക്കാം, ഇടയില്ല. പിന്നെ ഇത്തവണത്തെ തക്കാളി ഉണ്ടോ, നല്ല ആന പോലത്തെ തക്കാളിയോ. എന്നാണേലും 2 കറിക്ക് 1 തക്കാളിക്കാൻ മതിയെന്ന് തോന്നുന്നു. നല്ല മുഴുത്ത തക്കാളി ഇതുണ്ട്. ഇത്രയും അതെ, നല്ല മത്തങ്ങ തക്കാളി. ഇതിൽ 4 തക്കാളിയുള്ളൂ. 4 തക്കാളി എത്ര കിലോ ഉണ്ട്? അതെ, ഇത് വിവക്കാരുടെ ആയതുകൊണ്ട് അവർ എഴുതത്തില്ല. അവർ അതിൻ്റെ ഡയറക്റ്റ് അടിക്കത്തേ ഉള്ളൂ വില. പിന്നെ നമുക്ക് ഒട്ടും ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യമാണ് നമ്മുടെ തൈര്. നമുക്ക് വളരെ അത്യാവശ്യമാണ്. തൈര് ഉറയൊന്നും ഒഴിക്കാനുള്ള അതൊന്നും കറക്റ്റ് ആകത്തില്ല. ചിലപ്പോൾ ടേസ്റ്റ് നമുക്ക് പിടിക്കത്തില്ല. അതുകൊണ്ട് തൈര് നമ്മൾ അങ്ങനെ മേടിക്കുകയാണ്. പിന്നെ ഇത് സാദിയയുടെ ചിക്കൻ. ഇത് 1.1 kgക്ക് 10 ദിർഹംസ് ആയിരുന്നു. സാദിയയുടെ ഈ ഫ്രോസൺ ചിക്കനാണ് ഒരു നല്ല ടേസ്റ്റ് ഉള്ളത് കേട്ടോ.
പിന്നെ വേറെ ഏതിനായിരുന്നു? ഫാം ഫ്രഷ് ഒക്കെ കുഴപ്പമില്ല. സാദിക്ക് നല്ല ടേസ്റ്റാണ്. ഒരു നല്ല ആ ചിക്കനൊക്കെ ഒരു പുഷ്ടിമയുണ്ട്. പിന്നെ നമ്മൾ വാങ്ങിയ വേറൊരു ഐറ്റമാണ് മഷ്റൂം. അപ്പോൾ ഇത് നമുക്ക് എന്ത് വേണേലും ചെയ്യാമല്ലോ. മഷ്റൂം തോരനോ മെഴുക്ക് പുരട്ടിയോ അല്ലെ. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു മഷ്റൂം മസാല കണ്ടു. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്യാമെന്നും കണ്ടാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇത് മഷ്റൂം മേടിച്ചു. പിന്നെ നമ്മൾ ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത നമ്മുടെ മുസാമ്പി മേടിച്ചു. കഴിഞ്ഞ അടുത്ത മുസാമ്പി എന്നാ ടേസ്റ്റ് ആയിരുന്നെന്ന് അറിയോ? നല്ല ഉണ്ടല്ലോ, ഒരു കോമ്പിനേഷൻ ഓഫ് ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ അകത്ത്. ഇങ്ങനെ ചെറിയ നമ്മൾ ഈ പൈനാപ്പിളിൻ്റെ ഒരു ടേസ്റ്റ്, പിന്നെ നമ്മുടെ പേരയ്ക്ക, അങ്ങനെ പല ടേസ്റ്റ് ആയിരുന്നു. നല്ല മധുരം, നല്ല രുചി, നല്ല കറുമുറോ എന്നുള്ള മുസമ്പി, നല്ല ജ്യൂസി. അപ്പം അതുകൊണ്ട് ഇപ്പം ഒരുപാട് വെറൈറ്റീസ് വരുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ചെറുതാണ്, എങ്ങനെയാണെന്ന് അറിയത്തില്ല. എനിവേ അത് നല്ലതായിരുന്നു. ആ ഒരു പ്രതീക്ഷയിലാണ് ഇത് മേടിച്ചേക്കുന്നത്. പിന്നെ നമ്മൾ മേടിച്ചത് ഇത് പേരയ്ക്ക ഇത് കണ്ടോ. പേരയ്ക്ക കഴിഞ്ഞ തവണ നമ്മൾ മറ്റേ ടൈപ്പ് പേരയ്ക്കല്ലേ മേടിച്ചത്. ഇത്തവണ നമ്മൾ മേടിച്ചേക്കുന്നത് ഇങ്ങനെ ഉരുണ്ട പേരയ്ക്കയാണ്. കഴിഞ്ഞ തവണ നമ്മൾ അതെ ഒരുപാട് ആഭരണങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ഞാൻ അതിന് മേലും ഉണ്ട്. അതുകൊണ്ട് ഇതുണ്ട്. അത് കഴിഞ്ഞത് ഒരു പേരയ്ക്ക മേടിച്ചുള്ളൂ. നല്ലതാണോ ഇല്ലയെന്ന് അറിയത്തില്ലല്ലോ. ഈ ഒരെണ്ണത്തിന് 2.75 ആണ് ദിറംസ്. 1 കിലോയ്ക്ക് 10 ദിറംസ് ആണ്. അപ്പൊ ഇത് കണ്ടിട്ട് നല്ലതാണെന്ന് തോന്നുന്നു. ഓഫർ ഉണ്ടായിരുന്നു ഇതിന്. ഇതേ 10 ദിറംസ് കുറച്ചോന്ന് അറിയത്തില്ല. 2.75. ഇനി അപ്പം ഇത് ഒരു പേരയ്ക്ക ഞാൻ വിചാരിക്കുകയും ചെയ്തു. മറ്റേ നമ്മൾ കഴിഞ്ഞ തവണ മേടിച്ച പേരയ്ക്കായ്ക്ക് ഇത്തവണ 10 ദിറംസ് ആയിരുന്നു. അത് ഞാൻ കണ്ടായിരുന്നു. പിന്നെ നമ്മൾ മേടിച്ചേക്കുന്നത് ഇലവർഗ്ഗങ്ങളാണ്. ഈ ഇലവർഗ്ഗങ്ങൾക്കകത്ത് നമ്മൾ എടുത്തേക്കുന്നത് ഇതിൻ്റെ അകത്ത് ഞാൻ എല്ലാ ഇലയും കൂടെ ഒരുപാട് പ്ലാസ്റ്റിക് വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എല്ലാ ഇലയും കൂടി ഇതിൻ്റെ അകത്ത് അങ്ങ് ഇട്ടേ. ഇതിൻ്റെ അകത്ത് നമ്മുടെ സാലഡിൻ്റെ ഒരു ഐറ്റം ഉണ്ട്. പിന്നെ ഇത് നമ്മുടെ മല്ലിയില, നമ്മുടെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. മല്ലിയില ഇത് സാലഡിൻ്റെ അകത്ത് ഇടാൻ വേണ്ടിയിട്ട് ജർജർ എടുത്തതാണ്. ജർജർ നല്ല നമ്മൾ ജർജറിൻ്റെ തന്നെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ അറബി പീപ്പിൾ ഏറ്റവും കൂടുതലും കഴിക്കുന്ന സാധനമായി ജർജർ എന്ന് പറഞ്ഞ സാധനമായി. ഇതവരിങ്ങനെ ആട് കഴിക്കുന്ന പോലെ ഈ ഒരു കുത്തോടെ അവർ കഴിക്കും. കാരണം ഇത് അത്രയ്ക്ക് നല്ല സാധനമാണ്. ക്യാൻസറിനെ വരെ പ്രതിരോധിക്കാൻ ശക്തിയുള്ള സാധനമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് നമ്മളിങ്ങനെ പറയുമെന്ന് പറഞ്ഞാൽ ഇടയ്ക്കിടയ്ക്കൊക്കെ മേടിക്കത്തുള്ളൂ. അപ്പം മറന്നുപോകും. അതാ. പിന്നെ നമ്മൾ ഇത് ഉള്ളിത്തണ്ട്, നമ്മുടെ എന്നാ പറയുന്നത്, സ്പ്രിംഗ് ഒനിയൻ. അപ്പോൾ ഈ 3 ഐറ്റംസ് ആണ് ഇലകൾക്കകത്ത് മേടിച്ചേക്കുന്നത്. ഇല്ല, നോക്കട്ടെ, തീർന്നില്ല. പിന്നെ ഡ്രാഗൺ ഫ്രൂട്ട്. കുറേ നാൾ കൂടി ഇപ്പോൾ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ പല കളേഴ്സ് വരുന്നുണ്ട്. മഞ്ഞ നിറത്തിൽ ഞാൻ അവിടെ ഇരിക്കുന്നുണ്ട്. അതിന് പക്ഷേ ഭയങ്കര വിലയായിരുന്നു. ഇതിപ്പം ഈ നമ്മുടെ നോർമൽ ടൈപ്പ് ഡ്രാഗൺ ഫ്രൂട്ട്. ഇവിടെ കണ്ടിട്ടുള്ള ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ മുറിക്കുമ്പോഴത്തേക്കും വൈറ്റ് ആണ് അകത്ത്. പിന്നെ ഞാൻ ചിലയിടത്തൊക്കെ ഇങ്ങനെ മുറിക്കുമ്പോൾ ഒരു പർപ്പിൾ നിറത്തിൽ ഇരിക്കുന്ന കണ്ടിട്ടുണ്ട്. ഇതിപ്പോൾ എനിക്കൊന്ന് വൈറ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഇത് ഈ ഡ്രാഗൺ ഫ്രൂട്ടിൻ്റെ സീസണാണെന്നാണ് തോന്നുന്നത്. ഇങ്ങനെ ഇത് ഉണ്ടായി കിടക്കുന്നതാണ് നല്ല ഭംഗിയാണ്. ഞാൻ ചില വീഡിയോസിൻ്റെ അകത്തൊക്കെ കണ്ടിട്ടുണ്ട് ഈ ഡ്രാഗൺ ഫ്രൂട്ട് ഇങ്ങനെ ഉണ്ടായി കിടക്കുന്നത്. അപ്പോൾ നമ്മളിത്തവണ മേടിച്ചേക്കുന്ന ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ തിങ്സ് ഉണ്ട് ഇതിൻ്റെ അതല്ലേ. അത് രസമുണ്ട്, കളർഫുൾ ആയിട്ടുള്ള ഡിഫറെൻറ്റിനേക്കാൾ വെരി കളർഫുൾ. പിന്നെ നമ്മുടെ ഇപ്പോഴത്തെ ഒരു ഫേവറേറ്റ് ഐറ്റമാണ് നമ്മുടെ ഈ മധുരക്കിഴങ്ങ്. അപ്പോൾ ഈ മധുരക്കിഴങ്ങ് ഇത് എനിക്ക് തോന്നുന്നു ഉള്ളിൽ വെള്ള നിറവാണ്. ഈ കിഴങ്ങ് പുഴിയും കഴിയുമ്പോൾ ഉള്ളിൽ വെള്ള നിറവാണ്. ചില സമയത്ത് വരുന്നതിന് ഉള്ളിൽ ഒരു മഞ്ഞ നിറവാണ്. ആ മഞ്ഞക്കഴിഞ്ഞ ടേസ്റ്റ് വെള്ളയാണ്. അപ്പം ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞില്ലായിരുന്നു, നമ്മൾ സാധാരണ വെള്ളത്തിലിട്ട് പുഴുങ്ങുമായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം കഴിഞ്ഞ തവണ ഞാൻ ഇതിനടുത്തെന്ന് വെച്ചാൽ ആവി കയറ്റി. അപ്പോൾ പെട്ടെന്ന് വെന്ത് കേട്ടോ, നല്ല ഒരു ടേസ്റ്റും ഉണ്ട്. ആ വെള്ളച്ചൊവയില്ല ആവി കയറ്റുമ്പോഴത്തേക്കും. അതാണ് കുറച്ചുകൂടെ ബെറ്റർ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഒരു കവർ തീർന്നു, ഇനി ലാസ്റ്റത്തെ ഒരു കവറുണ്ട്. അപ്പോൾ ഇപ്പോഴത്തെ നമ്മുടെ കുറേ ദിവസമായിട്ട് നമ്മളിപ്പോൾ കുറേ ദിവസമായിട്ടല്ല, ഇടയ്ക്കിടയ്ക്ക് നമ്മൾ ബ്രെഡ് മേടിക്കാറുണ്ട്. നമ്മൾ ബ്രെഡ് ടോസ്റ്റ് ചെയ്ത് കഴിക്കും. നമ്മൾ ബ്രെഡ് പിന്നെ നമ്മുടെ എന്നാ പറയുന്നത്, നമ്മുടെ ചീസ് വെച്ചിട്ട് സാൻഡ്വിച്ച് കണക്കാക്കി കഴിക്കും. പിന്നെ നമ്മൾ ബ്രെഡ് പാലിൻ്റെ അകത്ത് മറ്റേ ഫ്രഞ്ച് ടോസ്റ്റ് ഇല്ല, ആ ടൈപ്പ് സിമ്പിൾ ബട്ടർ ടോസ്റ്റ് ഇതെല്ലാം ഉണ്ടാക്കി കഴിക്കും. അപ്പോൾ അതിനാണ് ബ്രെഡ്. കാരണം പെട്ടെന്ന് നമ്മളിങ്ങനെ ഒരു യാത്രയൊക്കെ തിരിക്കുന്നതിന് മുന്നേ ഒന്ന് വിശപ്പ് ശമിപ്പിക്കാൻ വേണ്ടിയിട്ട് അപ്പം അതിനുള്ള ബ്രെഡ്. പിന്നെ ഉള്ളി, എൻ്റെ പിന്നെ ഇത്തവണത്തെ ഉള്ളി ഒരു ഭീകര ഉള്ളിയാണ്. പിന്നെ ഉള്ളി അത്യാവശ്യം ആയതുകൊണ്ട് എടുത്തതാണ്. ഉള്ളിക്കൊക്കെ ഭയങ്കര വിലയാണ്. ഈ ഉള്ളി കണ്ടോ, കുഞ്ഞിക്കാ ഉള്ളി. ഇതാണ് ശരിക്കുള്ള കൊച്ചുള്ളി എന്ന് പറയുന്നത്. ഇത് നല്ല സൂപ്പർ പാടാണ് ഇത് പൊളിക്കാനായിട്ട്, നല്ല സമയം വേണം. എനിവേ അത്യാവശ്യം ആയതുകൊണ്ട് എടുത്തു.
അല്ലാതെ പിന്നെ നമുക്ക് മീൻകറിയൊക്കെ വെക്കാനും ചമ്മന്തിയൊക്കെ അരയ്ക്കാനും കടുക് പൊട്ടിക്കാനും ഒക്കെ നമുക്ക് വേണമല്ലോ. അപ്പോൾ അങ്ങനെ ഉള്ളി നമുക്ക് വേണമായിരുന്നു. പിന്നെ വേണ്ട നമുക്ക് ഇന്ന് അത്യാവശ്യമായിട്ടുള്ള ഏത്തയ്ക്ക, നല്ല ഏത്തയ്ക്ക കേട്ടോ. നല്ല ഏത്തയ്ക്ക. ഇങ്ങനെ കൊച്ചു ഏത്തയ്ക്കകളാണ് എപ്പോഴും ടേസ്റ്റി എന്നാണ് എനിക്ക് തോന്നുന്നത്. അതാണ് കുറച്ച് പഴുത്ത് കഴിയുമ്പോൾ നല്ലൊരു നമ്മുടെ ഇന്ത്യൻ ഏത്തയ്ക്ക അതാണ്. പിന്നെ നമുക്ക് വേണ്ടത് പിന്നെ കിഴങ്ങ്. അത് പ്രത്യേകിച്ചൊന്നുമില്ല, നമുക്ക് കിഴങ്ങ് വേണമായിരുന്നു, കിഴങ്ങെടുത്തു. പിന്നെ ഇത് കണ്ടില്ലേ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനം സാമേലുകുട്ടന് വേണ്ടിയിട്ട് അവിടെ ചെന്നിട്ട് ഇതില്ലാതെ പോരത്തില്ലെന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ മേടിച്ചതാണ് ഈ സാധനം, കേക്ക്. ഇത് നമ്മുടെ നെസ്റ്റോക്കാരുടെ കേക്ക്. അയ്യോ, നെസ്റ്റോയിൽ കേക്ക് ഇരിക്കുന്നത് കാണണം എൻ്റെ തമ്പുരാനെ, എന്തൊക്കെ ഡിസൈനാ, എന്ത് രസമാണ് കാണാനെന്നറിയാവോ. നമ്മൾ അങ്ങനെ അവിടുന്ന് കേക്ക് മേടിച്ചിട്ടില്ല, ആദ്യമായിട്ട് മേടിക്കും അല്ലേ? അതെ, ഇത് നല്ലതാണോ അല്ലയോ നോക്കണം. കാരണം എന്നാ പറയുന്നത്, നമ്മൾക്ക് കേക്കിനെ കുറിച്ച് ഒരു കൺസെപ്റ്റ് ഉണ്ടല്ലോ. കേക്ക് നമ്മൾ സാധാരണ ബർത്ത്ഡേയുടെ സമയത്തെ മേടിക്കാറുള്ളൂ. അപ്പം ഇതും കൊണ്ട് ഞങ്ങൾ ഇങ്ങോട്ട് നടന്ന് വന്ന വഴിക്ക് ഞങ്ങളോട് 1-2 പേര് ചോദിച്ചു ബർത്ത്ഡേ ആണോ എന്ന്. അപ്പോൾ നമ്മുടെ ഒരു കൺസെപ്റ്റ് കേക്ക് മേടിച്ചാൽ ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഇങ്ങനെ വിശേഷാവസരങ്ങൾ മാത്രമേ ഉള്ളൂ. ഇതല്ല കേട്ടോ, ഇത് നമ്മൾ ജസ്റ്റ് ട്രൈ ചെയ്യാൻ. ഇതിന് 20 ദിർഹംസ് ആയിരുന്നു. വാനില വൈറ്റ് ചോക്കോ മാർബിൾ കേക്ക്. അപ്പോൾ ഇത് നമ്മൾ സ്ഥിരമായിട്ട് മേടിക്കുന്ന കമ്പനിയാണ്. ബ്രെഡ് ബെറീസ് എന്നും പറഞ്ഞാൽ നമ്മൾ മേടിക്കത്തില്ലേ, ബ്രെഡിൻ്റെ ഞങ്ങൾ കാണിച്ചിട്ടുണ്ട്, പ്ലം കേക്ക്. അപ്പോൾ അതിൻ്റെയാണ് അവർക്ക് ഓഫർ ഉണ്ടായിരുന്നു, അങ്ങനെ ഞങ്ങൾ മേടിച്ചതാണ്. ഇതിന് 20 ദിർഹംസ് ആയിരുന്നു. അപ്പോൾ അങ്ങനെ മേടിച്ചതല്ല, അത് വേറെ വിശേഷമൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ ഇതിനെ മുറിച്ച് കട്ട് ചെയ്ത് കാണിക്കാൻ കേട്ടോ, എങ്ങനെയുണ്ട് ഇതിൻ്റെ ടേസ്റ്റ് എന്ന് പറയാം. അപ്പോൾ നിങ്ങൾക്ക് നെസ്റ്റോയിൽ പോയിട്ട് ആ കേക്കൊക്കെ ട്രൈ ചെയ്യാമല്ലോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. താങ്ക് യു, ബൈ.